ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാഷിംഗ്ടൺ ഡിസിയിൽ കൊല്ലപ്പെട്ട ക്രൈസ്തവരുടെ ഫോട്ടോ പ്രദർശനം. വാഷിംഗ്ടൺ ഡിസിയിലെ സെന്റ് ജോൺ പോൾ രണ്ടാമൻ നാഷണൽ ഷ്രൈനിൽ നടന്ന ഫോട്ടോ പ്രദർശനത്തോടനുബന്ധിച്ച് നൈജീരിയയിലെയും ഇറാഖിലെയും ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് വൈദികർ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇറാഖി വൈദികനായ ഫാദർ കരം ഷാംഷാ തന്റെ രാജ്യത്തെ ക്രിസ്ത്യാനികൾ ISIS ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും ഇന്നും വിവേചനം നേരിടുന്നുണ്ടെന്ന് വ്യക്തമാക്കി. ഫ്രാൻസിസ് മാർപ്പാപ്പ 2014 ബെത്ലഹേമിൽ ഉപയോഗിച്ച പോപ്പ് മൊബൈൽ ഗാസയിലെ കുട്ടികൾക്കായുള്ള സഞ്ചരിക്കുന്ന ക്ലിനിക്കായി മാറും. കാരിത്താസ് ജെറുസലേം, കാരിത്താസ് സ്വീഡൻ, ഫ്രാൻസിസ്കൻ കസ്റ്റോഡി ഓഫ് ദി ഹോളി ലാൻഡ് തുടങ്ങിയ കത്തോലിക്ക സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. പ്രതീക്ഷയുടെ വാഹനം എന്ന് പേരിട്ട ഈ മൊബൈൽ ക്ലിനിക്കിൽ കുട്ടികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നുകൾ സൂക്ഷിക്കാനുള്ള ശീതീകരണ യൂണിറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അനുമതി ലഭിച്ചാലുടൻ തന്നെ ഗാസയിൽ പ്രവർത്തനം ആരംഭിക്കും. ചിലിയുടെ തലസ്ഥാനമായ സാന്റിയാഗോയിലെ മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ സർവകലാശാല പ്രവേശന പരീക്ഷ എഴുതുന്ന 600-ലധികം വിദ്യാർത്ഥികൾക്ക് വേണ്ടി പെൻസിൽ ആശീർവാദം എന്ന പ്രത്യേക ചടങ്ങ് നടന്നു. സാന്റിയാഗോ ആർച്ച് ബിഷപ്പായ കർദിനാൾ ഫെർണാണ്ടോ ചോമെല്ലി മുഖ്യകാർമ്മികത്വം വഹിച്ച ഈ ചടങ്ങിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ പരീക്ഷാ സാമഗ്രികൾ ദൈവത്തിന് സമർപ്പിച്ചു. കർദിനാൾ വിദ്യാർത്ഥികളെ ആത്മീയമായി ആഴമുള്ളവരായിരിക്കുവാനും ദൃഢനിശ്ചയത്തോടെ ജീവിതത്തെ സമീപിക്കുവാനും ചിലിയുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുവാനും ബിഷപ്പ് ആഹ്വാനം ചെയ്തു. കന്യകാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ച് റോമിലെ സ്പാനിഷ് സ്റ്റെപ്പിനോട് ചേർന്നുള്ള മറിയത്തിന്റെ പ്രതിമ സന്ദർശിക്കുന്ന പരമ്പരാഗത ചടങ്ങ് ലിയോ 14 പാപ്പ തുടരും. ഓരോ വർഷവും ഡിസംബർ 8 നടക്കുന്ന ഈ ചടങ്ങിൽ പിയാസെ മാഗ്നല്ലി മാതാവിന്റെ രൂപത്തിനരികിൽ എല്ലാവരും പൂക്കൾ സമർപ്പിക്കും. പുലർച്ചെ റോമിലെ അഗ്നിശമന സേനാംഗങ്ങളാണ് മാതാവിന് പൂക്കൾ സമർപ്പിച്ച് ആദരം തുടങ്ങുന്നത്. തുടർന്ന് വൈകുന്നേരം 4 മണിയോടെ പാപ്പ എത്തുകയും പൂക്കൾ സമർപ്പിക്കുകയും ചെയ്യും. ബ്രസീലിലെ മിനാഷെറസിലെ ബോലോ ഹൊറിസോണ്ടോ അതിരൂപതയുടെ പുതിയ സഹായമെത്രാനായി മോൺസിഞ്ഞോർ ഇവാൻത്രോ കാമ്പോസ് മരിയ ലിയോ 14 പാപ്പ നിയമിച്ചു. ബോലോ ഹൊറിസോണ്ടോ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായ വാൽമോർ ഒലിവെറയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ പുതിയ തീരുമാനം. അതിരൂപതയിലെ സെമിനാരി ഡയറക്ടറും ഫോർമറേറ്ററും കൂടാതെ പൊന്തിഫിക്കൽ കാത്തലിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മിനാഷെറസിലെ പ്രൊഫസറുമായി സേവനം ചെയ്യുമ്പോഴായിരുന്നു പുതിയ നിയമനം. ദൈവവചനം പ്രഘോഷിക്കുക എന്ന സുപ്രധാന ദൗത്യത്തിൽ മോൺസിഞ്ഞോർ എഡ്വാൻഡ്രോ അതിരൂപതയ്ക്ക് വലിയ സംഭാവനകൾ നൽകുമെന്നും ആർച്ച് ബിഷപ്പ് വാൽമോർ പറഞ്ഞു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.